ഹലോ സർ, എൻ്റെ പേര് തൻസിഹ. ഞാൻ CA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സാർ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ CA കോഴ്സൊക്കെ ഇപ്പോൾ പഠിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് തൻസിഹ ചോദിച്ചത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൺസെപ്ച്വൽ ലേണിംഗ്. നമ്മൾ പറയാറില്ലേ, ആശയം അറിഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ പണ്ട് അർത്ഥം അറിഞ്ഞ് പഠിക്കട എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ബൈ ഹേർട്ട് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പം എന്ത് പഠിച്ചാലും അതിൻ്റെ വൈ, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ, ഹൗ, എങ്ങനെ അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് ഞാൻ പഠിച്ച സമയത്ത്, ഞാനൊരു സ്റ്റുഡൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയം ഞാൻ പറയുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് കേട്ടിട്ടില്ലേ തൻസിയ? അപ്പോൾ ഈ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡ്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് സൈഡ്. അപ്പോൾ ഈ എക്സ്പെൻസസും ഇൻകവും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലേ? ശരിയല്ലേ? ഓക്കെ. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയം, ഈ ഇൻകം സൈഡിൽ എന്തുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ് ആണ്, വിറ്റ് പോവാത്തത്. അത് കറണ്ട് അസറ്റ് അല്ലേ? എന്തുകൊണ്ട് ഈ കറണ്ട് അസറ്റ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ വരുന്നു? പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, അക്കൗണ്ടിങ്ങിലെ മാച്ചിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിൽസ് കാണിക്കുന്നു, ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും, ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്കും കാണിക്കുമ്പോൾ ആക്ച്വലി മാച്ചിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു. സെയിൽസിന് എന്ത് വെച്ച് മാച്ച് ചെയ്തു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ച് മാച്ച് ചെയ്തു, അല്ലേ? ശരിയല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, സിമ്പിൾ ഫോർമുലയിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇത് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ ആൻസർ തന്നെയാണ് നിങ്ങൾ സെയിൽസ്, ക്രെഡിറ്റ് സൈഡ് സെയിൽസും ഡെബിറ്റ് സൈഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എഴുതിയാൽ കിട്ടുന്നത്. ശരിയല്ല ഞാൻ ഈ പറഞ്ഞത്? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ അത് കൺസെപ്ച്വൽ ലേണിംഗ് ആണ്. തനിച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ പഠിച്ചിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോസസ്, എക്സ്പെൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം. അതേസമയം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് ഇതൊന്നും റെക്കോർഡ് ചെയ്യില്ല. എന്താ കാരണം? സാർ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആൻറ്റിസിപ്പേറ്റഡ് ഉള്ള എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ആൻറ്റിസിപ്പേറ്റഡ് ഉള്ള ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യാത്തതും നമ്മൾ ഫോളോ ചെയ്യുന്ന കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇൻകം റെക്കോർഡ് ചെയ്യാത്തതും എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ കൺസെപ്ച്വൽ ലേണിംഗ് ഗോസ് ബിയോണ്ട് റോട്ട് മെമ്മറൈസേഷൻ. It encourages critical thinking and a deeper understanding of the subject.